അരവിന്ദ് കെജ്രിവാളിന്റെ ഇപ്പോൾ നമ്മളോടൊപ്പം CPIയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വവും കൂടി ചേരുന്നു. ശ്രീ ബിനോയ് വിശ്വം, ജനാധിപത്യത്തെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ ഒരു വിധി പ്രസ്താവമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ആദ്യ പ്രതികരണം എന്താണ് അങ്ങയുടെ? അതെ, തീർച്ചയായിട്ടും ഈ വിധി സുപ്രധാനമാണ്. ഇത് ജനാധിപത്യത്തിനും നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ ബോധത്തിനും അതിന്റെ മുന്നോട്ട് പോക്കിനും എല്ലാം നന്മ പ്രദാനം ചെയ്യുന്ന നല്ല വിധിയാണ് എന്ന് ഞാൻ പറയുന്നു. രാഷ്ട്രീയമായിട്ട് ഇതിന്റെ പ്രത്യാഘാതം എന്തായാലും വെച്ചാൽ ഇട്ടതൊക്കെ എനിക്ക് പറയാൻ പറ്റും. ഇന്ത്യ സഖ്യത്തിന്റെ രാഷ്ട്രീയ മുന്നേറ്റത്തിന് ഇത് ശക്തി പകരും. ഇപ്പോൾ തന്നെ തകർച്ചയെ മുഖമുഖം കാണുന്ന BJPയുടെ പ്രതീക്ഷകളെ അത് വീണ്ടും ദുർബലപ്പെടുത്തും. BJPയുടെ കൂടെയല്ല, മറിച്ച് ഇന്ത്യ സഖ്യത്തിന്റെ കൂടെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പൊതുഗതി എന്ന ഒരു ചിന്താഗതി വളർന്നു വരുമ്പോൾ ഈ വിധിയും അതിന്റെ കൂടെ ജനങ്ങൾ ചേർത്ത് വായിക്കും. ഉറപ്പായിട്ടും മോദി പരാജയപ്പെടുമെന്നും ഇന്ത്യ സഖ്യം ജയിക്കുമെന്നും ഒന്നിച്ചു പറയാൻ ജനങ്ങളെ സഹായിക്കുന്ന വിധേയകത്താണ് ഞാൻ ഈ വിധേയകം. നിയമപരമായിട്ട് വിധിയുടെ അടിയിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷെ നിയമപരമായിട്ട് മാത്രമല്ല, അതിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും ഉണ്ട്. രാഷ്ട്രീയ എതിരാളികളെ പിടികൂടാൻ വേണ്ടി കള്ളക്കഥകൾ ഉണ്ടാക്കി കെട്ടിച്ചമച്ച ആരോപണങ്ങളുടെ പുറത്ത് കഥകൾ നിറഞ്ഞ് അവരെ തെറ്റായ രീതിയിൽ അറസ്റ്റ് ചെയ്ത് ജയിലിനടച്ച് മുന്നോട്ട് പോകുന്ന ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ പോക്കിനോടുള്ള ഈ നാടിന്റെ പൊതുബോധത്തിന്റെ പ്രതിഷേധത്തിന്റെ കൂടി വികാരത്തിനെ ഈ വിധി തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നുണ്ട്. കൃത്യമായും താങ്കൾ ഇപ്പോൾ നിരീക്ഷിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. മാത്രവുമല്ല, ശ്രീ ബിനോയ് വിശ്വം ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസിനെ സംബന്ധിച്ച് പലപ്പോഴും സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല വിധികളെ സംബന്ധിച്ചും സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇക്കുറി സുപ്രീം കോടതി വളരെ ശക്തമായി കഴിഞ്ഞ ചൊവ്വാഴ്ച വാദത്തിനിടയിൽ തന്നെ പറഞ്ഞിരുന്നു, ഒരു രാഷ്ട്രീയ പ്രവർത്തകന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകാനുള്ള അവകാശമുണ്ട്. പ്രത്യേകിച്ച് ഒരു ഹാബിച്വൽ ഒഫൻഡർ അല്ല അരവിന്ദ് കെജ്രിവാൾ, ഒരു വലിയ ക്രിമിനലുമല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് അതിനുള്ള അവസരം നൽകണമെന്ന് പറഞ്ഞു. എന്ന് മാത്രവുമല്ല, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡെമോക്രസിയാണെന്നും നിരീക്ഷിക്കുകയുണ്ടായി. ഈ കോടതി വിധി അത് സാധാരണഗതിയിൽ സംഭവിക്കാത്തൊരു കാര്യമാണ്. അതിശക്തമായ എതിർപ്പാണ് ഇഡിയുടെ ഭാഗത്തുനിന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. എന്നിട്ട് കൂടിയും കോടതി ഈ ജനാധിപത്യ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിധി പ്രസ്താവം നടത്തിയിരിക്കുന്നു. അതൊരു നാഴികക്കല്ലല്ലേ? താങ്കൾ ഇപ്പോൾ പരാമർശിച്ച നിരീക്ഷണം ഉണ്ടായപ്പോൾ തന്നെ ഞാൻ ചിന്തിച്ചു, ഇന്ത്യയെ പറ്റി ചിന്തിച്ചു കാണും. സുപ്രീം കോടതിയെ പല രീതിയിലും സ്വന്തം കൽപ്പടിയിലാക്കാൻ, സ്വന്തം കൽപ്പന പാലിക്കുന്ന ഒരു ഏജൻസിയാക്കി മാറ്റാൻ എല്ലാം ശ്രമിക്കുന്ന ഗവൺമെന്റാണ് രാജ്യം ഭരിക്കുന്നത്. എക്സിക്യൂട്ടീവിന്റെ ഭ്രാന്ത് പിടിച്ച രാഷ്ട്രീയ കഴിഞ്ഞാട്ടുകൾക്ക് മുമ്പിൽ നിസ്സഹായമായി നോക്കുന്നതിന് നന്നായിട്ട് ജുഡീഷ്യറിയെ മാറ്റുന്ന നീക്കത്തിലേക്കും പലപ്പോഴും പോകുമ്പം സുപ്രീം കോടതി അടക്കമുള്ള ജുഡീഷ്യൽ സിസ്റ്റം ഒന്നടങ്കം നിന്ന ദയനീയമായ ഇപ്പോൾ നമുക്ക് ഓർമ്മയുണ്ട്. അതിൻ്റെ എല്ലാം ഇടയിലും ജുഡീഷ്യറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമായ സുപ്രീം കോടതി, അതിന്റെ വ്യക്തിത്വം, അതിന്റെ അന്തസ്സ്, അതിന്റെ സാമൂഹിക രാഷ്ട്രീയ ഘടനകൾ, അതിന്റെ അവകാശങ്ങൾ, ഭരണഘടന അതിന് കൊടുത്ത അവകാശങ്ങൾ, അതേപ്പറ്റിയെല്ലാമുള്ള ചിന്തകളെ പാടെ ഉപേക്ഷിച്ചിട്ടില്ല, അതിനെല്ലാം മറന്നു പോയിട്ടില്ല. അതിന്റെ കൂടി ഒരു പ്രേരണയാൽ ചിലപ്പോഴെങ്കിലും അതൊന്ന് പറയാൻ ശ്രമിക്കും എന്ന് തോന്നിപ്പിക്കുന്ന പല വിധികളും നിരീക്ഷണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. പക്ഷേ ജുഡീഷ്യറിക്ക് മേലുള്ള മോദി ഗവൺമെന്റിന്റെ ഒരിക്കലും പുറപ്പിക്കാനാകാത്ത നിറകത്ത സമ്മർദ്ദങ്ങളുടെ ആ ഘട്ടം എന്നേക്കുമായി തീർന്നുകൊണ്ട് ഞാൻ കരുതുന്നില്ല. സുപ്രീം കോടതി അതിന്റെ വ്യക്തിത്വവും സ്വാതന്ത്ര്യവും ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി സജ്ജമായൊന്നും ചിന്തിക്കാനാകുന്നില്ല. പക്ഷേ ഈ പറയുന്ന എല്ലാ ഇരുട്ടിന്റെയും ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് തെളിയുന്ന ഒരു വെള്ളി വെളിച്ചമായിട്ട് നമുക്ക് തന്നെ കാണാം.